മലപ്പുറം കൂരിയാട് തകർന്ന 6 വരി ദേശീയപാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് പാലം ഗതാഗതത്തിന് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അവസാനഘട്ട പ്രവർത്തികളൊക്കെ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് KNRC അധികൃതർ അറിയിച്ചു. 380 മീറ്റർ നീളത്തിൽ 13 സ്പാനുകളിലായാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. കൂരിയാട് പുതിയ അടിപ്പാത മുതൽ കൂരിയാട് തോടിന് മുകളിലെ ആദ്യ പാലം വരെ 380 മീറ്റർ നീളത്തിലാണ് വയഡക്ട് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 13 സ്പാനുകളും അവയിലായി 24 തൂണുകളുമുണ്ട് പാലത്തിന്. ഒരു സ്പാനിന് 30 മീറ്റർ ആണ് നീളം. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി പുതിയ പാലം ഗതാഗതത്തിന് ഒരു ദിശയിലേക്ക് തുറന്നു കൊടുക്കാനാണ് ഒരുങ്ങുന്നത്. അവസാനവട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി 2 ആഴ്ചക്കകം പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് KNRCL അധികൃതർ വ്യക്തമാക്കി. ജോയിന്റ് ഫില്ലിംഗ് പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കി ഒരു ഭാഗത്തു കൂടി ഗതാഗതം അനുവദിച്ച് സർവീസ് റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ആലോചന. കോഴിക്കോട് ഭാഗത്തേക്ക് ആദ്യം ഗതാഗതം തുറന്നുകൊടുക്കും. സ്പാനുകളുടെ നിർമ്മാണവും റോഡിലെ ടാറിങ്ങും പൂർത്തിയായിട്ടുണ്ട്. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ ഏതാനും മീറ്റർ പ്രവൃത്തി കൂടി ബാക്കിയുണ്ട്. കൂടാതെ റോഡുകൾക്ക് നടുവിൽ 10 മീറ്ററോളം കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണവും ബാക്കിയുണ്ട്. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്കുള്ളവ കൂടി സ്ഥാപിച്ചാൽ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയാകും. 2025 മെയ് 19 കൂരിയാട് നിർമ്മാണത്തിലിരിക്കെ 6 വരിപ്പാത തകർന്നത്. ഇരുഭാഗത്തും ഭിത്തി കെട്ടി ഇതിൽ മണ്ണ് നിറച്ച് നിർമ്മിച്ച ഉയരപ്പാതയ്ക്ക് 40 അടി ഉയരമുണ്ടായിരുന്നു. വെള്ളമൊഴുകി പോകുന്ന വയലിൽ ഇത്തരത്തിൽ മണ്ണിട്ടുയർത്തിയുള്ള അശാസ്ത്രീയ നിർമ്മാണമാണ് തകർച്ചയിലേക്ക് എത്തിയത്. റോഡ് തകർന്ന് 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ വയഡക്ട് പാലം ഗതാഗതത്തിന് തയ്യാറാകുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.